ഇവർ ഇതുവരെ എന്റെ അടുത്ത് കെട്ടാൻ പറഞ്ഞിട്ടില്ല, പറയുന്നില്ല. അപ്പനും കല്യാണം കഴിക്കണ ഒരു കുഞ്ഞിക്കാലി കാണണം. അല്ല, അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, എല്ലാത്തിനും അതിന്റേതായിട്ടുള്ള ഒരു സമയമുണ്ട്. അത് അയാൾക്ക് വിട്ടു. പിന്നെ ഇവർക്ക് കുഞ്ഞിക്കാലി കാണുന്നെങ്കിൽ ഇവര് ട്രൈ ചെയ്യട്ടെ. എന്റെ അപ്പൻ 18ാമത്തെ വയസ്സിൽ കെട്ടിയതാ. എന്റെ അപ്പൻ 20ാമത്തെ വയസ്സിലും അമ്മ 18ാമത്തെ വയസ്സിലും. അപ്പൊ ഇവര് ഭയങ്കര നേരത്തെ കല്യാണം കഴിച്ചു. അതുകൊണ്ടാണ് ഞങ്ങളെ താമസിപ്പിക്കുന്നത്. അല്ലേ? അല്ല, ബിൻസി എന്തെങ്കിലും ചീത്ത പറഞ്ഞാലോ വെച്ചിട്ടാണ് ബിൻസിയുടെ അടുത്ത് കല്യാണ കാര്യം പറയാത്തത്? അതല്ല, ബിൻസിക്ക് ഞങ്ങളെല്ലാ, ബിൻസിനെ മാത്രമല്ല, മരിയ നിങ്ങൾക്ക് അറിയാലോ, രണ്ടുപേര് 2 മക്കളാ. അവരുടെ എല്ലാ കാര്യത്തിലും അവർക്ക് അവരുടേതായിട്ടുള്ള ഫ്രീഡം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാത്തിലും ഞങ്ങൾ സപ്പോർട്ടുമാണ്. നമ്മളൊന്നിനും നിർബന്ധിക്കത്തില്ല. അതെല്ലാ പഠനത്തിനായാലും വിവാഹത്തിനായാലും അവർ തിരഞ്ഞെടുക്കുന്ന പ്രൊഫഷനായാലും ഒന്നും ഞങ്ങൾ നിർബന്ധിക്കത്തില്ല. പെൺകുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കുന്ന മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടെ. അല്ല, അതിലും നമ്മള് അതിന്റെ അകത്ത് നമ്മള് സന്തോഷമായിരിക്കും. അതാണ് എന്താണെങ്കിലും അയാൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിനെ ഞങ്ങൾ എതിര് നിൽക്കുന്നു. ഒന്നുമില്ല. അയാള് തെരഞ്ഞെടുക്കുന്ന ആളെ ഞങ്ങളത് അംഗീകരിക്കും. അല്ല, ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മള് വേണോ? വീട്ടിലോട്ട് വരില്ല, ചെലവും ചോദിച്ചോണ്ട് കഞ്ഞി കുടിച്ച് പോകാനുള്ള എന്തെങ്കിലുമൊക്കെ ജോലി മതി അല്ലേ? എല്ലാത്തിനും ഉള്ള ഇത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നോക്കുന്നില്ലടാ, ഞാൻ 30 വയസ്സ് കഴിഞ്ഞിട്ടേ ആലോചിക്കുന്നുള്ളൂ കല്യാണത്തെ കുറിച്ച്. ഇപ്പൊ 26. അത് കഴിഞ്ഞിട്ടേ ചിന്തിക്കുന്ന പോലും ഉള്ളൂ. ഒരു ദിവസം എത്ര പ്രപ്പോസൽ വരും? അങ്ങനെ പ്രപ്പോസൽസ് പിന്നെ അങ്ങനെ സ്ഥിരമായിട്ട് എനിക്ക് പ്രപ്പോസൽസ് ഒന്നും വരാറൊന്നുമില്ല. ചിലപ്പോ നമ്മുടെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം വരാറില്ല. ഇല്ല, ഇൻസ്റ്റയില് കുറെ പേര് മെസ്സേജ് അയക്കാറുണ്ട് കല്യാണം കഴിക്കണം. ഇപ്പൊ അമ്മയുടെ ഇൻസ്റ്റയിൽ മെസ്സേജ് വന്നു, എനിക്ക് മോളെ കെട്ടിച്ച് തരാമോ എന്ന് ചോദിച്ചിട്ട്, ഒരു ബ്രോ ദുബായിൽ നിന്നോ. അപ്പൊ അമ്മ പറഞ്ഞു എനിക്കടി കൊള്ളാൻ പോയെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, മോനെ ശരിക്കും അവളെ നിനക്ക് അറിയാത്തോണ്ടാണ് നീ പ്രപ്പോസൽ ആയിട്ട് വന്നേന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ, എല്ലാം ഫണ്ണായിട്ട് എടുക്കത്തുള്ളൂ. പിന്നെ കൊളാബൊക്കെ എൻക്വയറി ഒക്കെ വരുന്നുണ്ട്, പ്രൊമോഷനുള്ള എൻക്വയറി ഒക്കെ വരുന്നുണ്ട്. കുഴപ്പമില്ലാതെ ചാച്ചൻ ഇങ്ങനെ പോകണം. ചാച്ചൻ ഇങ്ങനെ ചാച്ചൻസ് വ്ലോഗ് എന്ന് പറഞ്ഞൊരു, ഞാൻ ബർത്ത്ഡേക്ക് ഒരു ഐഫോൺ ഒക്കെ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ജനുവരി 1-ാം തീയതി. അപ്പൊ അതൊക്കെ ആയിട്ട് അങ്ങ് വ്ലോഗ് തുടങ്ങിയതാണ്. ഇപ്പൊ മകളെ വെട്ടിക്കാനാ പ്ലാനില്ലേ? അങ്ങനെ ഇല്ല, എന്തായാലും നമുക്ക് അരക്കെ നോക്കാം. അവര് ഡാൻസ് ഉണ്ട്, ഓടിക്കോ ഡാൻസ് തുടങ്ങി. തീർച്ചയായിട്ടും ഞാനത് എപ്പോഴും പറയാമല്ലോ, ബിൻസിയിലൂടെ ഞങ്ങള് ഫാമിലി ഫേമസ് ആയി. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ചാച്ചനെയും ചാച്ചന്റെ ഓട്ടോയും ഇപ്പൊ എല്ലാരും അറിയുന്നത്, ഒരുപാട് പേര് സ്നേഹിക്കുന്നത്, സ്നേഹത്തോടെ ചാച്ചാന്ന് വിളിക്കുന്നത്. ശരി, ഓക്കെ. കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുകയല്ലേ? നമ്മളെല്ലാം വെറൈറ്റി ആൾക്കാരാണ്. നമ്മുടെ MC ചെയ്യുന്നവരാണ്. തെറ്റുകളൊക്കെ പറ്റും, സ്വാഭാവികം. ഇനി അടുത്ത ചടങ്ങ് ചന്ദനം തേച്ചു കൊടുക്കുക. അടുത്തത് വള. ഞാനിടണം. ഒന്നുകൂടി ഇടണോ? ആക്ഷൻ കാണിക്കാം. എന്താ ഞാൻ പറയാം, ആദ്യം ഒരു വിഷയമായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ, എന്നിട്ട് നമുക്ക് പാട്ട് സംസാരിക്കാം. അമ്മയാകാൻ പോണ ഞങ്ങളുടെ ശ്രീകുട്ടിക്ക് എല്ലാവിധ ആശംസകളും. എല്ലാവിധ ആശംസകളും. ശരിക്കും ഞാനുണ്ടല്ലോ, നമ്മൾ ടിക്ടോക്ക് ചെയ്യുന്ന സമയത്താണ് ഇവരെ ഭയങ്കരമായിട്ട് നമ്മൾ നോട്ടീസ് ചെയ്യുന്നത്. അപ്പം ടിക്ടോക്ക് ചെയ്യുന്ന ഒരു സൈഡിൽ ചേച്ചി അവരായിരുന്നു. അപ്പൊ ഇവരുടെ ഡാൻസ് ഭയങ്കര അസാധ്യമാണ്. അത് കഴിഞ്ഞ് ബിഗ് ബോസിൽ വരുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. കാരണം നമ്മള് റീൽസിലൊക്കെ അല്ലെങ്കിൽ ടിക്ടോക്കിലൊക്കെ കണ്ട ആൾക്കാർ ഒരു ഭയങ്കര സന്തോഷമാണല്ലോ. അങ്ങനെ അബിയുടെ കൂടെ നിന്ന് പരിചയമായി. എനിക്ക് തോന്നുന്നു ഞങ്ങള് എന്താ പറയാ, ഭയങ്കര രസമായിരുന്നു അതിന്റെ ഉള്ളില്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണെങ്കിലും ശ്രീകുട്ടിക്ക് ഇതുവരെ എനിക്ക് നേരിട്ട് കാണാനായിട്ടൊരു അവസരം കിട്ടിയിട്ടില്ല. ഞങ്ങൾ മെസ്സേജ് അയക്കും ഇടയ്ക്ക്, അതല്ലാണ്ട് ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഒരാൾ
കൂട്ടത്തിൽ നിന്നും എങ്ങനെ തനിയെ ഇറങ്ങി പൊക്കോളൂ. അപ്പൊ ഇന്നല്ലാണ് ഒറ്റയ്ക്ക് വഴിവിട്ട് വന്നാൽ മതി, തനിയെ പോകും. പക്ഷെ ഞാൻ എടുത്തോണ്ട് പോകുന്നതായിരിക്കും. എടുത്തോളൂ എടുത്തോളൂ. എന്റെ ചാച്ചനും അമ്മയും വേദിയിലുണ്ട്. ഇത് കഴിയുമ്പോൾ ഇച്ചിരി മധുരം കൊടുക്കാൻ വരണേ. ചാച്ചനും ഇനി അതങ്ങ് ഇറക്കിയത്